ഒരു കാര്യം ചോദിച്ചോട്ടെ, ദൈവത്തെ ഓർത്തൊന്ന് മാറി കിടക്കാമോ? ഞാൻ നിങ്ങളുടെ കൂടെ നടന്ന തന്നെ കുഴപ്പം. ഞാൻ ഈ കല്യാണം നടത്തിയ ബ്രോക്കറല്ലേ? ആൾക്കാർ വിചാരിക്കും ഞാൻ ഒരു കൊച്ചുള്ള പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നേ. കാര്യം വലിയ കല്യാണമൊക്കെ ആണെങ്കിലും സത്യം പോരായിരുന്നു. ആര് പറഞ്ഞു? 3 പന്തി കഴിച്ചിട്ട് അതിനകത്ത് ഇല കടിച്ചു പറിക്കുന്നത് ഞാൻ കണ്ടല്ലേ. ഒരു ആവറേജ് സദ്യ ഉണ്ടായിരുന്നു. നല്ല സദ്യയായിരുന്നു. എന്റെ അളിയുടെ കല്യാണം സൂപ്പറായിരുന്നു. പായസത്തിന് മധുരം കുറവായിരുന്നു. ഷുഗർ എത്രയുണ്ട്? 460. ഉറുമ്പെല്ലാം കൂടെ കടിച്ചെടുത്തോണ്ട് പോകും. നിർത്തി വൈകി നീ എന്റെ കൂടെ കുറ്റം പറയാൻ കൂടുകൂടാ. പിന്നെ ഞാൻ എന്റെ അളിയന്റെ കല്യാണം ഞാൻ കുറ്റം പറയാൻ കളവാ. എല്ലാ ആവശ്യമില്ലാത്ത കാര്യം. നമുക്ക് വീടിനകത്തോട്ട് കയറാം. എവിടെ പോണു? വീടിനകത്തോട്ട് കയറാം. അടിച്ചു കിട്ടിയത് കേട്ടോ. പെട്ടെന്ന് കയറി ചെല്ലാൻ പറ്റുമോ? രാഹുകാലം കഴിഞ്ഞിട്ട് വീട്ടിനകത്ത് കയറാൻ പറ്റൂ. രാഹുകാലം എത്ര മണിക്കാ? രാഹുകാലം 3:30 മണിക്കാണ്. അത് കഴിഞ്ഞ ശേഷം പെണ്ണിനെ കുടിയിരുത്താൻ പറ്റത്തുള്ളൂ. എന്റെ പൊന്നളിയ ഇപ്പൊ 2:30 മണിയായുള്ളൂ. ഇനി 1 മണിക്കൂർ സമയമുണ്ട്. ഞാൻ അവളും കൂടെ അതൊരു എന്ത് ചെയ്യും? ഹണിമൂണിന് പോ. 1 മണിക്കൂറുണ്ട്. ആ തെങ്ങുമണലൊക്കെ പോയിട്ട് വാ. സമയം കിടക്കില്ലേ? അല്ല വേറെ എന്തോ കട്ടവാട് ഇങ്ങനെ പിന്നെ നീ വാ. അളിയ നീക്ക് ഒരു കാര്യം പറയട്ടെ. മോളെ ഒരു കാര്യം രഹസ്യമാണ് പ്ലീസ്. നമ്മൾ അളിയന്മാർ തമ്മിലുള്ള ഒരു സംഭവമാണ്. അളിയ പറ. പിന്നെ ആൾക്കാർ മൊത്തം വരും. അപ്പൊ നമ്മളൊരു ചെറിയ സാധനമൊക്കെ എടുത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അവർ നമ്മളെ തെറ്റിദ്ധരിക്കും. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നൈസിന് ഒരു കുപ്പി എടുക്ക് നമ്മൾ കൊടുക്കണം. നല്ലൊരു കാര്യം എന്നാണ് ഞാൻ പറയണത്. അല്ല സാധനം എടുക്കണല്ലോ. ഇല്ലെങ്കിൽ അമ്മ ചോദിച്ചാൽ അമ്മ സമ്മാനം പറയില്ല. അല്ല പോലെ ഇപ്പൊ സാധനം എടുക്കണം. അത്രേ ഉള്ളൂ. എനിക്ക് പെണ്ണിനെ ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റൂ? അളിയനെ പോകാൻ പറ്റൂ? അപ്പൊ ഒരു കാര്യം 1500 രൂപ തരാം. അളിയെ ആരെങ്കിലും വിട്ട് ഒരു സാധനം എടുപ്പിര്. ഇനിയിപ്പോ കല്യാണത്തിന് അതിന്റെ ഒരു കുറവുണ്ടെന്ന് വേണ്ട. ഞാൻ ഇനി എന്തൊരു ചെയ്യുമെന്നോ കുഴപ്പമില്ല. എന്നാലും നീ എടുത്തു വെച്ചിരുന്നു? ഞാൻ എടുത്ത് വെച്ചിരുന്നു. ഒരു പൈന്റിന് 1500 രൂപ. ഓ അതെന്തിനാണ് കമ്മീഷൻ വേണ്ട? അളിയ കമ്മീഷനാണ് സ്വന്തം അളിയന്റെ അടുത്ത്. എടാ 1500 രൂപ ലാഭം പോലും എനിക്ക് നിന്നെ കൊണ്ടുണ്ടായില്ലല്ലോ. അളിയ നീ ഇങ്ങനെ പൈസ ഇറക്കണ അളിയ. നീ ഇങ്ങോട്ട് അല്ലാതെ ഓരോ കാര്യങ്ങള് അത് മറന്നു. നന്നായി മോനെ. തേങ്ങാക്കൊല പഴം എടുക്കാൻ വന്നേ. മനസ്സിലായില്ലേ? നാക്ക് മേളിയും മുട്ടിച്ചാ മതി കിട്ടും. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. ഞാൻ ചെക്കന്റെ അമ്മയുടെ ആങ്ങളയുടെ നാത്തൂന്റെ ആങ്ങളയുടെ ഭാര്യയുടെ ചേട്ടന്റെ അനിയന. ഈ പറഞ്ഞ കാര്യം ഈ ബന്ധുക്കാർക്ക് അറിയാവോ? അതിനങ്ങനെ വെച്ചേ ഉള്ളിപ്പ പോലും തെറിക്കാത്ത ഒരു ബന്ധവും പറഞ്ഞ് തിന്നാൻ കയറി വന്നേക്കോ. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ. ഞാൻ ഈ 2 അറ്റവും കൂട്ടിമുട്ടിക്കുന്ന ആളാ. സിബാണോ? ബ്രോക്കർ മൂന്നാൻ. കണ്ടതിൽ സന്തോഷം. അടിപൊളി വീട്. എത്ര മുറിയുണ്ട്? ഇതെന്ന് പറഞ്ഞ ഇങ്ങനെ മുറിച്ച 1 മുറി, ഇങ്ങനെ മുറിച്ച 2 മുറി. ഇതിലേത് വേണം? മുതുപഴമേ പഴം മുറിക്കണ കാര്യമല്ല പറഞ്ഞ. ഈ വീട്ടിലെ എത്ര മുറി ഉണ്ടാവും? ഈ വീട്ടില് കുറെ മുറിയുണ്ട്. വലിയ വീടാ. ഞങ്ങളുടെ പെങ്കൊച്ചിന് സുഖം സന്തോഷമായിട്ടൊക്കെ ഇവിടെ കഴിയാം. അങ്ങനെ പറ്റത്തില്ല. ലോണാ, കംപ്ലീറ്റ് ലോണാ. ആണോ? അല്ല പിന്നെ കാലത്ത് അവിടെ വണ്ടിയുടെ മുമ്പിൽ കിടന്ന എന്നായിരുന്നു ഒച്ചപ്പാട്? എന്റെ ദൈവം അതൊന്നും പറയണ്ട. ഈ കല്യാണ ചെറുക്കനില്ലേ, അവൻ ഒരു വിശ്വാസവും ഇല്ല. ദൈവത്തിൽ വിശ്വാസമില്ല, ആചാരങ്ങളിൽ വിശ്വാസമില്ല. അവൻ രാവിലെ കല്യാണത്തിന് ഇറങ്ങിയപ്പോ അവന്റെ വണ്ടിയുടെ ടയറിൽ ഞാനൊരു നാരങ്ങ വെച്ചു. അതവൻ ഇഷ്ടപ്പെട്ടില്ല. അതിനാണ് അവൻ ആ പുകയിലുണ്ടാക്കിയത്. ഒരു നല്ല കാര്യത്തിന് പോകുന്നിടത്ത് ഐശ്വര്യത്തിന് വേണ്ടി ഒരു ചെറിയ നാരങ്ങ വെച്ചു. അതാണോ ഇത്ര വലിയ കുഴപ്പം? ചെറിയ നാരങ്ങ കിട്ടിയില്ല. പിന്നെ 4 ടയറിലും ബബ്ലൂസ് നാരങ്ങ വെച്ചു. എന്റെ പൊന്നു കാലാ, അതാ എന്റെ മോളിൽ കയറി മറിയും. ഇവിടെയൊക്കെ ചത്തുപോയാലോ കല്യാണം മുടങ്ങൂലേ? അതായിരുന്നു എന്റെ ലക്ഷ്യം. കല്യാണം മുടക്കാൻ വേണ്ടി വന്നതാണോ? അല്ല, പിന്നെ ഞാൻ ഇവിടെ അന്തരാത്മാവിന്നൊരു വിളി, ഉള്ളിലൊരു ഗർഗമനം, ഒരു നിർഗുണനം. ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. വയറിളക്കാതെ എന്നാലും പറയരുത്. എന്തോരം വസ്തുക്കളാ ചേട്ടാ അവിടെ. എല്ലാ അച്ഛനും അമ്മയും കൂടെ പണ്ടേ ഉണ്ടാക്കിയിട്ട സാധനങ്ങളല്ല. ഇനി ഇതൊക്കെ മോള് വേണം നോക്കാൻ. അയ്യോ കല്യാണത്തിന്റെ ഞാൻ സംസാരിക്കാൻ സമയം കിട്ടിയില്ല. ഇതാണ് മൂന്നാർ ശിവൻ. മൂന്നാർ ശിവൻ. എനിക്കറിയാം ചേട്ടാ, തിരക്കിനിടയിൽ കാണാൻ പറ്റിയില്ല. ഓ കുഴപ്പമില്ല. ഞാൻ മക്കളെ എല്ലാവരെയും കണ്ടിട്ടേ പോവുള്ളൂ. ശരി ചേട്ടാ. അനുഗ്രഹിക്കാനായിരിക്കും. അനുഗ്രഹിക്കാനല്ല, കമ്മീഷൻ മേടിക്കണ്ട. പിന്നെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കമ്മീഷൻ മേടിച്ചിട്ട് ചുമ്മാ അങ്ങോട്ട് പോകുന്ന ബ്രോക്കറായിരിക്കുന്നു. എന്നാ അങ്ങനെയല്ല. ഓണമായിട്ട് നിരവധി അനവധി ഓഫറുകൾ കൊടുക്കുന്ന ഒരു മൂന്നാനാണ് ഞാൻ. ഉദാഹരണത്തിന് കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളുടെ വക ഒരു അടിപൊളി പൊന്നറിഞ്ഞാണം ഫ്രീ. ഇത് മാത്രമല്ല, 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ
ഞാൻ ഈ പൈസ റീഫണ്ട് ചെയ്ത് തരും. ഉറപ്പ്. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ മക്കളുടെ കാര്യമല്ല പറഞ്ഞ്, നിങ്ങള് കിടുക്കനല്ലേ, കിടുക്കൻ ജോഡി. ഇതെന്നടാ ഈ ഷർട്ടയിൽ കാണുന്ന അയ്യേ ചെളി. എന്റെ കൂട്ടുകാരന്മാർ ചെയ്ത പരിപാടിയാ. കാര്യം ഇന്നത്തെ ട്രെൻഡ് ആണല്ലോ കളർ പൊടി വാരി എറിയണം. അതെ, അതെ, അതെ. എന്റെ കല്യാണം അവന്മാർ ആഘോഷിച്ചതാ. ഇപ്പഴല്ലേ ഇതൊക്കെ ഉള്ളൂ, പണ്ട് ഇതൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലെന്ന്? എന്റെയൊക്കെ കല്യാണത്തിലൂടെ ഈ പൊടിവാരി എറിയൊക്കെ. എന്റെ ദൈവമേ, പെണ്ണും ചെറുക്കനും ഞങ്ങൾ കെട്ടിക്കേറി വന്നപ്പോ പൊടിവാരി അങ്ങ് എറിഞ്ഞ് 10 മിനിറ്റ് കണ്ണറിയാൻ പാടില്ല. അവസാനം കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോ ഈ പൊടി വാരി എറിഞ്ഞവനും കാണുന്നില്ല, എന്റെ പെണ്ണുമ്പിള്ളേരും കാണുന്നില്ല. പൊടി മാരി എറിഞ്ഞതല്ല, കണ്ണി പൊടി ഇട്ടതാ. ആ പിന്നെ ഈ മധുരം കൊടുക്കേണ്ട സമയമായി പോയിട്ട് മധുരം കൊടുക്കല്ലേ, മധുരം കൊടുക്കല്ലേ, അത് കൊടുക്കല്ലേ. പിന്നെ നിനക്കൂടെ തരണോടാ. എനിക്കൊന്നും വേണ്ട. എടാ മഹേഷ് ബാബു, എന്തിനാ നീ എന്നെ പരിപാടിയാടാ എന്നോട് കാണിച്ചത്? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടല്ലടാ നീ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് പോയത്. എന്നിട്ട് നീ എന്നാ പറയാ, നിന്നെ എവിടെയൊക്കെ കിടന്ന് തപ്പിയെന്നറിയോ? നീ വീട്ടിലോട്ട് വരാത്തത്? എടാ ഞാൻ വീട്ടിലോട്ട് വരാൻ ഇരുന്നതാ, അപ്പഴല്ലേ എന്റെ ട്രോൺ കാണാതെ പോയത്. ഞാൻ അത് അവിടെ മുഴുവൻ തപ്പി. അവസാനം ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ പോയി തപ്പിയപ്പോ നിന്റെ ആ വൃത്തികെട്ട മാമല്ലേ കുട്ടിച്ചായൻ, പുള്ളി ആ ഡ്രോൺ എടുത്ത് ആ കല്ലേലിട്ട് ഇങ്ങനെ ഒരച്ചോണ്ടിരുന്നിട്ട് എന്നോട് പറയുവാ, വാടാ മക്കളെ ഇച്ചിരി കൊക്കറത്തി കൂട്ടി ചോറുണ്ടിട്ട് പോവാന്ന്. എന്നെ ആ വൃത്തികെട്ട കളർ ഇനി ഞാൻ കൊല്ലു. അതാണോ ഇവിടുത്തെ വിഷയം? പിന്നെ ചടങ്ങ് നടക്കില്ല, നീ ഫോട്ടോ എടുക്കും. ഒന്നാം നീ താമസിച്ചാ വന്നത്. ഇതെന്നെ സംഭവം? അയ്യോ മധുരം കൊടുക്കേണ്ട അളിയനല്ല, അയ്യോ എവന്റെ അമ്മയാണ്. അമ്മയെ വിളിക്കി. അയ്യോ അമ്മ വെയിറ്റ് ഇട്ടിരിക്കുകയാണ്. എന്തൊരു അമ്മ ഇത്. ഒരു പുത്തൻ മരുമോള് വന്നപ്പോ വെയിറ്റ് എടുത്ത് അകത്ത് കയറിയിരിക്കുന്നു. വെയിറ്റ് ഇട്ടിരിക്കുകയല്ല, വന്ന് വീണിട്ട് കാലുടിഞ്ഞ് ആ കല്ല് കെട്ടിത്തൂക്കി ഇങ്ങനെ വെയിറ്റ് ഇട്ട് കിടക്കുന്ന ആശുപത്രിയിൽ. അയ്യോടിയേ, അതാണ് പറഞ്ഞത്. എന്നാ കുഴപ്പമില്ല, അറിയാൻ മധുരം കൊടുത്തു ഇരുന്നോളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ ആക്ഷൻ പറഞ്ഞിട്ടാ കൊടുക്കാവുള്ളൂ. അത്രേ ഉള്ളൂ. ആക്ഷൻ. ആർക്കാ ആദ്യം? അവിടെ ഒരെണ്ണം കൊടുത്തേ, അമ്പടാ. ഇവിടെ ഒരെണ്ണം കൊടുത്തേ, അമ്പടാ. നീ എനിക്ക് ഒരെണ്ണം തന്നേ. ആഹാ, അയ്യാ, നീ അവിടെ ഒരെണ്ണം കൊടുത്തേ. ഇല്ല കൊതി കിട്ടും അത്. ഒന്നിങ്ങോട്ട് എന്താ നമുക്ക് എത്ര രൂപയ്ക്ക് വർക്ക് പിടിച്ചത്? 30,000 രൂപയ്ക്കല്ലേ ഈ വീഡിയോയുടെ വർക്ക് ഞാൻ നിനക്ക് തന്നത്. അതിന് 10 അഡ്വാൻസ് തന്നിട്ടുണ്ട്, ബാക്കി 20 ബാക്കി. ഓക്കെ, 2000 രൂപ ഇളവ്. നീ 18 രൂപ എനിക്ക് തന്നാ മതി. 18 രൂപ തന്നാ മതിയാ? അതീന്നേ, എന്റെ കല്യാണമായിട്ട് നീ എനിക്കൊരു ഓഫർ തന്നല്ലോ അളിയാ. ഓഫർ ഒന്നും അല്ല, പിന്നെ എന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്ത് പറ്റി? താലികെട്ട് എടുക്കാൻ മറന്നുപോയി. അതിനെക്കാളും വലിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്തോന്ന്? എടാ ഈ താലികെട്ടൊന്നും കെട്ടിയൊന്നും വൈറലാവത്തില്ല. വേറൊരു ഐഡിയ ഉണ്ട്. എന്തോന്ന്? ലിപ് ലോക്ക്. എനിക്കെന്ന് പറഞ്ഞൂടാ. അറിഞ്ഞൂടെ? ഈ ക്യാമറ പിടിച്ചേ. ഒരു ക്യാമറാമാൻ എന്തൊക്കെ ചെയ്ത് കാണിച്ചു തരണം. തുണ്ട പിടിച്ച് ഞാൻ തേക്കാത്ത പെത്തിയിട്ട് ഉരയ്ക്കും. ഒരു പെണ്ണിനെ കണ്ട പൊണ്ണെ തീർന്നില്ലേ? ഞാൻ അതല്ല പറഞ്ഞത്. ഡാൻസ് കളിച്ചപ്പോഴും എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അതാണ് വിഷയം. അവളെ കാണുമ്പോ ഒരു കോച്ചല്. എന്തോന്ന് കോച്ചൽ? ഇപ്പൊ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, നിനക്ക് മടി. നോട്ടെ നീ അന്ന് മോളെ ഈ ഫ്ലെക്സ് ആയിട്ട് അവിടെ പോയി നിന്ന് ഞാൻ ആക്ഷൻ പറഞ്ഞ കയറി വരണം. അവിടെ പോയി നിൽക്കി. നീ വര. ആ ഫ്ലെക്സിന്റെ സൈഡിൽ പോയി നീ ഇങ്ങനെ കിസ് ചെയ്യുന്ന കാണിച്ചാൽ മതി. ബാക്കി പെണ്ണിനെ ഞാൻ കയറ്റി വിട്ടോളാം. അങ്ങനെ? അത് മതി. അത് എനിക്കൊന്ന് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ. ഫോട്ടോ എടുക്കാൻ അപ്പൊ ഞാൻ ആക്ഷൻ പറയുമ്പോ അപ്പ കിസ് ഇട്ടോളാം. ആക്ഷൻ. ഇത്ര ആക്രാന്തോടെ അളിയാ. 1.5 മണിക്കൂർ ഞാൻ വാഴപ്പണയിലോട്ട് വിട്ടില്ലടാ. അളിയ അറിഞ്ഞുകൊണ്ട് ഒരാളി എൻ്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ കാണിക്കൂ. എപ്പം മറ്റേ എന്തോ വെച്ച് ഉണ്ടാക്കിക്കോളെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ തിരിഞ്ഞത്. പിന്നെ ഇതിന്റെ കാര്യം പറഞ്ഞ് പെങ്ങളെ വീട്ടിൽ കൊണ്ടാക്കല്ലേ അളിയ. ചേട്ടാ ഞാൻ ഇനി വീടി വലി കുറയ്ക്കണം കേട്ടാ. ഒരു കാര്യം ചേട്ടാ, ഈ വീട്ടിലെ മരുമോനാണല്ലോ. ഞാൻ മൈൻഡിൽ നിന്ന് മാറട്ടെ. മാറിയോ? മാറി. നമ്മുടെ അമ്മായിയമ്മ എങ്ങനെയുണ്ട് ചേട്ടാ? നല്ലൊരു അമ്മയാണ്. അമ്മയുടെ സ്വഭാവമാണ് എന്റെ ഭാര്യക്ക് കിട്ടിയിരിക്കുന്നത്. വീട്ടിലിപ്പോ 2 അടുക്കളയായി. മോള് വേണം ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോയി. ഒബ്സർവേഷന്റെ കാര്യങ്ങളൊക്കെ പോയി നോക്കടാ. അമ്മേ റിസപ്ഷന്റെ കാര്യങ്ങളൊക്കെ നോക്കടാ. ഓടരുത്, ലെൻസിൽ ഞാൻ വീഴ്ത്തും. സമയമുണ്ട്. എന്റെ ട്രോൺ മുഴുവൻ പോയി. 2.5 ലക്ഷം രൂപയുടെ ചെലവുണ്ട്. അത് തരണം. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. അപ്പൊ അറിവുണ്ടായിരുന്നെങ്കിലോ? ഒരു 5 ലക്ഷം ഞാൻ പൊട്ടിച്ചെന്നെ. എന്റെ മുട്ടിന്റെ ചിരട്ടയും ഞാൻ പൊട്ടി. ഇവിടെ വെച്ച് തല്ലരുത്. പിന്നെ പുറകിൽ കണ്ടമുണ്ട്. ഇവിടെയല്ലേ വീടിന്റെ പുറകില്. അങ്ങോട്ട് തല്ലി. ഓ അങ്ങനെ. ഞാൻ അങ്ങോട്ട് വരാം. തല്ലിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ നഷ്ടപരിഹാരം തരണം. 2.5 ലക്ഷം തന്നാ മതിയോ? മതി. എങ്ങനെ തരും? എനിക്കൊരു പൊന്നരഞ്ഞാനുണ്ട്, പണയം വെക്കാം. എന്നെ ഒന്ന് ബഹുമാനിക്കാമോ? ഏറ്റു.
നീ നിന്റെ പരിപാടി നോക്കണം. നീ ആ പെണ്ണിനെ ചെറുക്കനെ ശല്യം ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ? ഇതൊക്കെ ചേർത്തുള്ള കാശ തന്നെ. നീ നിന്റെ പരിപാടി നോക്കണ്ട. പോടെ അവിടുന്ന്. നീ വന്നേ മഹേഷ് ബാബു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? സീരിയസ് ആയിട്ടുള്ള കാര്യം. ഞാന് ഇന്നലെ ഇവന്റെ കല്യാണത്തിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് കിടന്നുറങ്ങുമായിരുന്നു. സമയം ഒരു 12 മണിയായി കാണും. എന്റെ ഉള്ളിൽ നിന്ന് ആരോ കുട്ടിച്ചായ എണീക്കുന്ന ഒരു വിളി. എന്നിട്ട് ഞാൻ എണീറ്റ് നോക്കുമ്പോ പോസ്റ്റയിലെ ലൈറ്റ് കെടുവോം തെളിയോം ചെയ്യുക. അയ്യോ, ഞാൻ ഉള്ള ധൈര്യം പിടിച്ച പെളിയിട്ട് ചെന്നപ്പോഴേക്കും ഉണ്ടല്ലോ നിന്ന് പിടയ്ക്കുക. ഞാൻ തന്നെ പേടിച്ചിട്ട്. പക്ഷെ ഞാൻ ആത്മസമീപനം വിട്ടില്ല. അടുത്ത് ചെന്ന് നോക്കിയപ്പോ നമ്മുടെ ആ പാലമരയില്ലേ, ആ പാലമരത്ത് എത്തിയപ്പോഴാണ് എനിക്ക് സത്യം മനസ്സിലായില്ല. പ്രഷറിന്റെ ഗുളിക കഴിക്കാതെയാണ് ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയെന്ന്. ആ ഗുളിക തപ്പിയാണ് ഞാൻ നടക്കുന്നത്. മഹേഷ് ബാബു, നീ അത് കണ്ടോടാ? നിങ്ങളെ ഗുളിക 1.5 ഏക്കർ സ്ഥലം വാങ്ങിക്കാല്ലേ? മനുഷ്യനെ പേടിപ്പിക്കാതെ, വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചിട്ട് നല്ല ജീവനങ്ങ് പോയി. അളിയാ സാധനം റെഡിയെന്ന്. അതല്ലേ ഞാൻ ഒരു ജോലിക്ക് പോകുന്നത്, നിനക്ക് ഇവിടുന്ന് സാലറി. അളിയുടെ സന്തോഷത്തിൽ നമ്മൾ മുമ്പ് ചേരണം എല്ലാരും. കുറച്ച് പെങ്ങളെ തോന്നരുത്, മോളെ ഒന്നും തോന്നരുത്. ഇരിക്കണം. ഞാൻ അളിയന്റെ കൊളക്കാട്ടുകാരൻ അല്ല കളിക്കൂട്ടുകാരൻ. അവിടെ ഇരി. വേണമെന്ന് വയ്ക്കി രാത്രി ആകുമ്പോ കൂട്ടിച്ചെന്ന് കയറി പോ. എവിടെയെങ്കിലും ഒരു ആഘോഷം എന്ന് പറയുമ്പോ കുറെ മദ്യപാനവും മക്കളെ ഇപ്പൊ കയറാൻ കേട്ടാ. സമയം ഇനിയുണ്ട്, കുറച്ചും കൂടെ സമയമുണ്ട്. ഞാൻ മദ്യപിക്കൊന്നുമില്ല. വിശ്വാസമില്ലേ? അറിയോ? ഓ, ഞാൻ മദ്യപിക്കുമെന്ന്. കൊള്ളാൻ ഭയങ്കര അടിയാണ്. മാട്ട സാധനം അടിക്കും. അയ്യോ, അടിക്കത്തില്ല. ടച്ചിങ്സ് മാത്രമേ. നല്ലവനാ. അയ്യോ, അയ്യോ സോറി, മറന്നുപോയി. കാരണന്മാരെ മിനിയേക്കടെ. എന്നാടിയാ ഓണത്തിന്റെ കാര്യം ആലോചിക്കുമ്പോ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇവിടെ നല്ലപോലെ ഭരിച്ചോണ്ടിരുന്നായിരുന്നു. അയ്യോ, അപ്പൊ അദ്ദേഹത്തിനെ ചവിട്ടി താത്ത് കളഞ്ഞ് ഇത് നമുക്ക് ചോദിക്കണം. സംഭവം ഈ നമ്മളെ വാമന ഉണ്ടല്ലോ, മാവേലി എടുത്ത് ചോദിച്ച് 6 അടി മണ്ണ് വേണം. 6 അടിയുടെ കാര്യം പറഞ്ഞപ്പോ ഒരു 60 ഒഴിച്ചാണ്ടാ. 60 ഒഴിച്ചിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് വേണോന്ന് പറഞ്ഞ് 6 അടി മണ്ണ് കൊടുക്കാൻ. മിസ്റ്റേക്ക്. 6 അടി അല്ല, 3 അടി. 3 അടിയാണല്ലേ? ഒരു 30 ഒഴിച്ചടാ. 30. അത് കറക്റ്റാ, പുള്ളി പറഞ്ഞ കറക്റ്റാ. അല്ലെങ്കിൽ നമുക്ക് യോജിക്കാൻ പാടില്ല. കറക്റ്റാ. 3 അടിയാണ് കൊടുത്തത്. 3 അടിയുടെ കാര്യത്തിൽ പിടിച്ചിട്ട് കാര്യമില്ല. ഒന്നുമില്ല, ഈ മാവേലി കാരനാണല്ലോ നമുക്ക് അത്തം 10-ന് പൊന്നോണം ഉണ്ടായത്. ഒരു 10 ഒഴി. 10 ഒഴിയത് അത് ഉള്ളോണ്ടല്ലേ നമുക്ക്. പക്ഷേ ഒരു 9 അടിയാണ് ചോദിച്ചെങ്കിൽ നിർത്തടാ. ഒരു 90 അടി. 90 അടി. ഓണം തീരാതായി. ഓണം തീർന്നു. വേറെ ഓണം മേടിക്കേണ്ടി വരും. ഓണം എന്ന് പറയുന്നത് ഈ തിരുവോണവും മാവേലിയും മാത്രല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 28ാം ഓണം കൂടി ഉണ്ട്. അളിയാ, കാര്യങ്ങൾ പറയുമ്പോ ക്ലാരിറ്റി ആയിരിക്കണം. അതൊക്കെ ക്ലാരിറ്റി ഒക്കെ നിനക്ക് തരും. ശരിക്കും 6 അടിയാണോ 3 അടിയാണോ ചോദിച്ചേ? അതിനുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. അളിയ മാവേലി. ഞാൻ മാവേലി. ഒന്ന് തോന്നല്ലേ? ഞാൻ മാവേലി. അളിയ വാമനൈ. ഞാൻ പ്രജ. മാവേലി മാനിയായിട്ട് ചോദ്യം. അപ്പൊ ഞാൻ മാവേലി തമ്പുരാൻ. ഇത്രയും രാജ്യവും സ്വത്തും എല്ലാം ഞാൻ അങ്ങേക്ക് തന്നു. ഇത് എന്റെ കയ്യിലൊന്നുമില്ല. എനിക്കിത് മാത്രം പോരാ. പിന്നെ എനിക്കിനി 3 അടി മണ്ണൂടെ വേണം. സംഭവം 3 അടി എന്റെ കയ്യിലുണ്ട്. അളന്നെടുത്തോ. 1, 2, 3 അടി ഇല്ല. ഇതെന്തൊരു പെരുങ്കാലാണ്. അത് ചവിട്ട്, തലേ ചവിട്ട്. മാനിയായിട്ട് തരാന്ന് പറഞ്ഞില്ലടാ. പിന്നെ എന്തിനാ പൂച്ച പിടിച്ച? അല്ല, മാനിയായിട്ട് മണ്ണ് തരാന്ന് പറഞ്ഞില്ലടാ. പിന്നെ നിനക്ക് എന്തിനാ പിന്നെ ചവിട്ടി? വേറെ വിഷയം ഓണത്തിന്റെ ഓണത്തിന് ഒരു പെങ്കുച്ച് വന്ന് കയറിയ ദിവസമല്ലടാ ബാബുക്കുട്ടേന്ന്. നീ എന്നല്ലോ അവന്റെ ഒരേ വളയിൽ ഒന്നാമത്തെ തന്തയില്ലാത്തവനാ. ലൈറ്റാക്കി പറയാൻ പറ്റൂ. അച്ഛൻ മരിച്ചു പോയ ചെറുക്കൻ അവന്റെ പരിപാടിക്ക് നീ കിടന്ന് പോക്കരത്തിനും കാണിക്കാൻ പറ്റൂടാ. സോറി പറയടാ. അളിയാ സോറിടാ, ഞാൻ അല്പം ഇമോറലായി പോയി. അതിനെന്തിനാ പറയല്ലോ ഇമോഷണൽ. അത് തന്നെ ഈ 3 നാളിങ്ങ വന്ന് എന്നാ പോക്കരത്തരാണ് ഇവിടെ കിടന്ന് കാണിച്ചത്. അത് ശരിയാണോ? അത് അങ്ങനെ കാണിക്കാൻ പാടില്ല. ഓരോരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ
വിഷയം ഉണ്ടാക്കരുത് കേട്ടോ. നമുക്കൊരു വിഷയം ഉണ്ടാക്കാൻ എളുപ്പാ. അതെ. മഹേഷേ, എന്തോ എനിക്ക് കല്യാണത്തിന് നിന്റെ കൊച്ചിനെ പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പെണ്ണ് ഇതുവരെങ്കിലും എത്തി. ഞാനാണ് പറയുന്നത്, പരിചയപ്പെടട്ടെ. എവിടെ നിന്റെ കുട്ടി? കുട്ടി ഇതാണ്ടേക്കണ്. ഓ എന്നാ കൊച്ച, ഇതിന് എത്ര അടിപൊളിയായിരുന്നടാ എന്റെ മോള്. ഇതൊക്കെ സ്വർണ്ണാണോ? സ്വർണ്ണോ? അയ്യേ സ്വർണ്ണ. ബാബനിൽ ഒരുപാട് നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇത് പിടി, മാമന്റെ വക ഒരു സമ്മാനം. സമ്മാനോ? ഇത്രേ ഉള്ളൂ. പിന്നെ ഞാനൊരു ഇപ്പോഴും ഒരു കാര്യം പറയായിരുന്നു. ഇത് നിങ്ങൾ വഴക്കുണ്ടാക്കാൻ വേണ്ടി മാമൻ പറയണല്ല. എന്റെ മോള് ബെസ്റ്റ് അല്ലായിരുന്നോടാ. നീ അത് കാര്യമാക്കണ്ട. ഇല്ല, എന്തേലുമൊക്കെ പറയായിരുന്നു. എന്തോ പറയാ പ്രായമായ ആളടുത്ത്. വന്ന് കയറിയ ദിവസം ഇങ്ങനെയാണ്, ഇനി മുന്നോട്ട് ഇനി ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കും, എന്തെങ്കിലും ഒന്ന് പറയായിരുന്നു. അയാൾക്ക് പ്രായം കൂടി അയാളത് വിട് നീ. മോളെ എന്ത്? കുഴപ്പമില്ല, പോട്ടെ. ഇല്ല, എന്നാലും എനിക്ക് അതിനകത്ത് എനിക്ക് പറ്റത്തില്ല ചേട്ടാ. എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്നെ അല്ലാതെ വീട്ടിൽ പോട്ടെ. എന്തായാലും ഇപ്പത്തെ മുഹൂർത്തമായി കേറാറായില്ലേ? ഇല്ല, എനിക്ക് ഇനി നിൽക്കണ്ട. നമുക്ക് കേറാവുള്ള വേണ്ട വേണ്ട വേണ്ട, എന്നാ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. മാമൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് അല്ലേ? മാമ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഞാൻ നോക്കത്തില്ല. എനിക്ക് വേണ്ട. മാമ പറഞ്ഞ് വൈകിട്ട് നോക്കിയാൽ മതിയെന്ന്. നീ അതങ്ങോട്ട് പൊട്ടിച്ച് നോക്ക്. ചുമ്മാ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞു ഒന്നുമില്ല. അത് നല്ല രീതി ഒട്ടിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ എത്ര പാടുള്ളൂ. സമയെടുക്കും. നല്ല ഒട്ടിപ്പാണ്. പൊട്ട്. അടാ, ഞാനാണോ ഇത്? ഇത് ഞാനാണോ? ഇതാരാ ഇത്? ഇത് മറ്റേ അവളല്ലേ, അവനെ മുറപ്പെണ്ണ്. കണ്ടോ? അയ്യോ, ഇത് മാമന്റെ മോള്. ചേട്ടാ ഇത് കണ്ടോ? ഇത് ഫോട്ടോ മാത്രമേ, വീഡിയോ എന്റെ ഉണ്ട്. കിടുക്ക. അയ്യോ, ഇതാണോ പറയണത്? അയ്യോ, അയ്യോ. അല്ലടാ, നീ ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ അടുത്ത കള്ളം പറഞ്ഞു. ഒരു കുഴപ്പമില്ലെന്ന്. ഇത് ചുമ്മാ അങ്ങനെ ഇളക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണെന്ന്. ഞാൻ തന്നെ ഇതിലേക്ക് കല്യാണം കൊണ്ടുവന്നു. ചേട്ടാ ഇത് കണ്ടോ? ചേട്ടാ ഇത് കണ്ടോ? പോട്ടെ. അയ്യോ, ഞാൻ കണ്ടുകൊണ്ട് വേറെ പെണ്ണിനോട് ഞാൻ എങ്ങനെ ചെയ്യും? കട കൂടെ കപ്പച്ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ല. മലയാളത്തിൽ പറഞ്ഞാൽ എനിക്ക് ചോദിക്കാനുള്ളത്. അമ്മാവന്റെ മോളാണെന്ന് ഇത്. ഇയാൾ പ്രേമോ? എന്താണ് ഈ കേക്കണേ ഇത്? ഇത് ചുമ്മാ പറയുന്നത്. പഴയ ഫോട്ടോ പൊക്കി പിടിച്ചോണ്ട് വന്നതാ. എന്റെ ദൈവമേ, എന്നെ വീട്ടിൽ കൊണ്ടാക്കിയാട്ടെ. എനിക്ക് ഇവിടെ നിൽക്കണ്ട. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇത് എന്നെ ഇവിടെ വിഷയം എന്നാ? എന്റെ പൊന്നാങ്ങളെ, നീ എങ്കിലും ഒന്ന് ചോദിക്കടാ. അതാരാ? അത് നോക്കടാ നീ. ഇതാരാ? അത് ചോദിക്കടാ. അങ്ങനെ വിഷയം ഉണ്ടാക്കരുത്. നാട്ടുകാരുടെ എല്ലാ ആവശ്യമാണ് ഇവന്റെ കല്യാണം നടന്ന് കാണാനുള്ള. എന്താണ് പറയുന്നത്? മോളെന്നെ എന്നാ വിളിച്ചേ? ആങ്ങളെ, ലോകത്തുള്ള സകല പെങ്ങന്മാർക്കും വേണ്ടി ആങ്ങളെ ഈ അടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഉമ്മുവ. എന്റെ വീട്ടിൽ കയറുന്ന എന്റെ അളിയ വിഷയം ഉണ്ടാക്കും. ആവശ്യമില്ലാത്ത എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങളൊരു ഫോട്ടോ കൊണ്ട് കൊടുത്തതിന്റെ ഇവിടുത്തെ പ്രശ്നം. അയ്യോ അതാണോ? എന്റെ പൊന്നു മോള്, അതെന്റെ മോളാ. ഇവര് പണ്ട് ഇഷ്ടത്തിലൊക്കെ ആണെങ്കിലും ഇപ്പൊ ഇവര് ഒരു ഇഷ്ടമൊന്നുമില്ല. ഇവൻ ഡീസന്റ് ചെറുക്കനാ. ഇവനെ കുറിച്ച് കള്ളാണ്, കഞ്ചാവാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത് ഞാൻ. ഇവൻ പാവപ്പെട്ടവനാ. എന്ത് കാര്യത്തിന്? എന്റെ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇവൻ ഒരു തെറ്റും ചെയ്തില്ല. ഇവൻ പഞ്ചപാവാ. അല്ല, ഇപ്പൊ ഇതെന്താ മാറ്റി പറയാനുള്ള കാര്യം എന്താ ഇത്? അവള് കുറച്ചു മുമ്പ് ഏതോ IT പ്രൊഫഷണലിന്റെ കൂടെ ഒളിച്ചോടി പോയി. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ കിടന്ന് മാറ്റേ കിടന്ന് നെഞ്ചു കളയണത്? നിങ്ങളെങ്കിലും സുഖമായിട്ട് ജീവിക്കേ. അളിയാ, മുഹൂർത്ത സമയം വാ കേറാം. ആ ക്യാമറ എന്താന്ന് വെച്ചാൽ എടുത്ത് ഓണാക്കും. മുഹൂർത്തത്തിന് കേറണമെങ്കിലും കിട്ടണം. പിടിച്ചിട്ടില്ല. ക്യാമറ ഓണാക്കട്ടെ. ക്യാമറ ഓണാക്കാൻ പറഞ്ഞിട്ട് അതിനാ ചെറിയൊരു വിഷയമുണ്ട്. എന്നാ കളിയാ? വീടിന്റെ താക്കോല് ആഡിറ്റോറിയം വെച്ച് മറന്നുപോയി. ഇനിയിപ്പോ അത് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാം കൂടെ മാമന്റെ വീട്ടിലോട്ട് പോവാം. എന്റെ വീട്ടിട്ടാ? പിന്നെ താക്കോൽ ഈ പേപ്പറിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്തിനാ അങ്ങനെ ചെയ്തത്? ഞങ്ങൾ മൊത്തത്തിൽ പൊളിഞ്ഞു പോകാൻ വേണ്ടി ചെയ്തു പോയതാ. അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോ എന്താ കിട്ടുന്നത്? ഒരു മനസ്സുഖം, ഒരു ഗ്ലിങ്കിച്ചും. പാപ്പോ ചുമ്മാ